Kerala elections, we are bringing you the most important person of the state. Joining me here today is Pinarayi Vijayan, the Chief Minister of the state, seeking a mandate for a historic third term. Chief Minister, why do you think that the people of the state should vote for you again? അതിന് പ്രധാനമായും ഇടയാക്കുന്നത് കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം കേരളത്തെ നല്ല രീതിയിൽ മാറ്റി എന്നുള്ളതാണ്. 2016 കേരളം വലിയ തകർച്ചയെ നേരിടുന്നത്. ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടല്ല. നിലവിലുള്ള ഗവൺമെൻറ് എല്ലാ മേഖലയും തകർക്കുന്ന സമീപനമായിരുന്നു. 2011-16 കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംസ്ഥാനം ഏറ്റവും പുറകിൽ പോയൊരു കാലം. അവിടുന്ന് ഇനി രക്ഷയില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ആളുകൾ എത്തിയിരുന്നു. അതാണ് മാറിയത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ സാഹചര്യത്തിനാകെ മാറ്റം വന്നു. നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും നടപ്പാക്കാനായി. ഒട്ടേറെ പുതിയ പദ്ധതികൾ ഏറ്റെടുത്തു. എന്നാൽ അതോടൊപ്പം വലിയ പ്രകൃതി ദുരന്തം നമുക്ക് നേരിടേണ്ടതായി വന്നു. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിന്നാലെ അടുത്ത വർഷം തന്നെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, പിന്നീട് ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ്, ഇതെല്ലാം കൂടി വന്നപ്പോൾ കേരളം തകർന്നു പോകുമെന്നൊരവസ്ഥയായി. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സാധാരണഗതിയിൽ സഹായം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷെ നമുക്ക് അർഹതപ്പെട്ടൊരു സഹായവും ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതമുണ്ട്. അർഹതപ്പെട്ട ആ വിഹിതവും നിഷേധിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഒരു സംസ്ഥാനത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നതിന് കയ്യിലുള്ള വരുമാനവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണവും മാത്രം പോരാ. അതിന് പുറമെ കടമെടുക്കാൻ പറ്റണം. കടമെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര അനുമതി വേണമെന്നൊരു ചട്ടം കൊണ്ടുവന്നു. അതിലൂടെ കടമെടുപ്പ് പരിധിക്ക് നിയന്ത്രണം ഏൽപ്പിച്ചു. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി അർഹതപ്പെട്ട കടമെടുക്കാൻ പറ്റാതെ. ഇതൊക്കെ കേരളത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കേരളം തകരട്ടെ എന്നൊരു നിലയാണ് സ്വീകരിക്കപ്പെട്ടത് എന്ന് പൊതുവിൽ കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകതയുണ്ടായത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും നാടൊന്നിച്ച് നിൽക്കും, നാടിൻ്റെ ആവശ്യങ്ങൾ ഒന്നിച്ചുയർത്തും. അതും നമ്മുടെ നാട്ടിലുണ്ടായില്ല. പാർലമെൻറ്റ് മെമ്പർമാരായിരുന്ന UDF അംഗങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാനേ തയ്യാറായില്ല. വലിയ തോതിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനായിരുന്നു താല്പര്യം. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അർഹതപ്പെട്ട സഹായം നിഷേധിക്കപ്പെട്ടിട്ടും നമുക്ക് കേരളത്തിന് നല്ല രീതിയിൽ അതിജീവനം കഴിഞ്ഞു.
അതിജീവിക്കാനായി. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ജനങ്ങളുടെ ഒരുമയും നാടിൻ്റെ ഐക്യവും കൊണ്ട് നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല നിലയിലേക്ക് കേരളത്തെ ഇനി മുന്നോട്ട് നയിക്കുക എന്നത് തന്നെയാണ് LDF ഉദ്ദേശിക്കുന്നത്. 2016 പൂർത്തിയാകാതിരുന്ന പദ്ധതികൾ 2016-21 കാലത്ത് പൂർത്തിയാകാതിരുന്ന പദ്ധതികൾ 2021-26 കാലത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. 31 കേരളം 75 വർഷത്തിലേക്ക് എത്തും. അപ്പോൾ കേരളം എങ്ങനെ വികസിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് രൂപം കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തെ വികസിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. CM, UDF is saying that there is a huge anti-incumbency and that will work in their favor. കേരളത്തിൻ്റെ അനുഭവത്തിൽ അത്തരത്തിലൊരു ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ നാട്ടിൽ എവിടെ ചെന്ന് പോയി പരിശോധിച്ചാലും ആരോട് വർത്തമാനം പറഞ്ഞാലും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാവും. 10 വർഷം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വികാരം ജനങ്ങളിൽ പൊതുവിൽ കാണാനില്ല. അതേസമയം ജനങ്ങൾ പൊതുവിൽ നാടിൻ്റെ വികസനം ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിന് LDFന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നാണ് ജനങ്ങൾ പൂർണ്ണമായി കരുതുന്നത്. അപ്പോൾ അങ്ങനെയൊരു പോസിറ്റീവായ ചിന്തയാണ് ജനങ്ങൾക്കതുമായി ബന്ധപ്പെട്ടുള്ളത്. CM, Sabrimala has once again come into this election thing. The UDF and the BJP has been raising this, especially the goal. They're saying that the government didn't protect the temple and you're protecting the culprits. You're not even taking action against the party members who were arrested. ശബരിമലയുടെ കേസുമായി ബന്ധപ്പെട്ട് SIT അന്വേഷിക്കണമെന്ന് പറഞ്ഞത് തന്നെ ഗവൺമെൻറ്റാണ്. നല്ല പിന്തുണയാണ് SITക്ക് ഗവൺമെൻറ് നൽകി വരുന്നത്. അതിൽ പൂർണ്ണ തൃപ്തി ഹൈക്കോർട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോർട്ട് തന്നെ പരസ്യമായി വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു ബാഹ്യശക്തിയുടെയും ഇടപെടലില്ല. ഇത് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. അപ്പോൾ നല്ല നിലക്ക് അന്വേഷണം നടക്കുന്നു എന്ന് തന്നെ അതിലൂടെ വ്യക്തമാണ്. ഞങ്ങൾ കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നില്ല. കുറ്റവാളികൾക്കെതിരെ കർക്കശ നിലപാടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേസിൽപ്പെട്ടയാൾ ജയിലിൽ കഴിയുന്ന സമയത്ത് ചാർജ് ഷീറ്റ് വന്നിട്ടില്ല. അതിന് മുൻപിൽ നടപടിയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. എന്നാൽ പിന്നീട് ജാമ്യം കിട്ടിയപ്പോൾ പാർട്ടിയുടെ തീരുമാനം വന്നു, ഈ ബന്ധപ്പെട്ട വ്യക്തി പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചു. ബാക്കി കാര്യങ്ങൾ വിശദീകരണം ചോദിക്കലും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഞങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. What is CPIM stand now when it comes to entry of women of all age groups into Sabrimala? Because earlier you all had supported it. ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് ഞങ്ങളിപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ മുന്നിൽ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നേരത്തെ 2006 ഞങ്ങൾ പറഞ്ഞിരുന്നു, അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ, പണ്ഡിതർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുമായിട്ടൊക്കെ ആലോചിച്ച് വേണമെന്നത് 2006 തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇതാണ് വേണ്ടത്.
അതിൻ്റെ ഭാഗമായി കോടതി ചോദിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ പറയാമെന്ന നിലപാടാണ് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. CPIM in the stand. What is CPM stand in this, sir? I mean, women entry. Do you support women entry of women of all age groups? ഇല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാന ഘടകമാണ്. ആ ചർച്ച വേണമെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. So you have been raising issues related to Jamaat-e-Islami and saying that Congress is taking their support. To this, Congress is saying that you are resorting to majority appeasement now on the same lines as Sangh Parivar. Before 2019, you did minority appeasement. Now you are doing majority appeasement because of the election setback. How would you respond, sir? നമ്മുടെ കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെയാണ് കാണാൻ സാധിക്കുക. LDF അതേ നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരല്ല പ്രശ്നം, നിലപാടുകളാണ്. ഇപ്പോൾ വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം സംഘടനകളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകുക? മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകണമെങ്കിൽ ഇവിടെ RSSനെതിരെ പറയാത്തവരായിരിക്കണം ഞങ്ങൾ. RSSനെതിരെ ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ലേ ഞങ്ങളുടെ പ്രസ്ഥാനം. LDF അതല്ലേ, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ. മാത്രമല്ല, അവരുടെ ആക്രമണത്തിനിരയായി രക്തസാക്ഷി സംഭരിച്ച അനേകം സഖാക്കളല്ലേ ഞങ്ങൾക്കുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയല്ലേ അത്. അപ്പോൾ കാര്യങ്ങൾ വക്രീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്നൊരു പ്രചരണം മാത്രമാണത്. ഞങ്ങൾ ഒരു വർഗീയതയുമായും ബന്ധമുള്ളവരല്ല, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നവരാണ്, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നവരാണ്. വർഗീയതയുമായി ബന്ധപ്പെടുന്നത് നാടിൻ്റെ സ്വൈര്യത്തിനും സമാധാനത്തിനും ഭംഗമുണ്ടാക്കുമെന്ന് കാണുന്നവരാണ് ഞങ്ങൾ. CM, during this election, we are seeing a lot of faith, belief, temples, appeasement accusations all being thrown around. Earlier in the state, we used to have more of an ideology-driven politics. Do you think right now the political debate is shifting from ideology-driven to identity-based politics? ഐഡൻറ്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സിലേക്ക് എന്നുള്ളതല്ല, ഇപ്പോൾ ചെയ്യുന്നത് വലിയ തോതിൽ നുണകളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. വൻതോതിൽ നുണകൾ പടച്ചുവിടുകയാണ്. വസ്തുക്കളല്ല പ്രചരിപ്പിക്കപ്പെടുന്നത്. ആളുകളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന നുണകൾ പല വഴിക്ക് പ്രചരിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. അതിലാണിപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. So, opposition leader Rahul Gandhi, when he came here, he had said that all other opposition chief ministers are being targeted by the central agencies, but the central agencies have a soft corner towards you. You are not being targeted. And he also went on to say it is it is CJP. That is what the situation of BJP and CPIM is in Kerala. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ BJPയുടെ ഒരു B ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. BJPയുടെ B ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലക്കാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വടക്കേ ഇന്ത്യ എടുത്താൽ ദീർഘകാലമായി BJPക്കെതിരെ പോരാടുന്ന ഗവൺമെൻറ് ഡൽഹി ഗവൺമെൻറ്റായിരുന്നു. അവിടെ കെജ്രിവാളും AAP ആയിരുന്നു ശക്തമായ എതിർ നിലപാട് സ്വീകരിച്ചിരുന്നു. BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ BJPക്ക് അവരോട് ശത്രുതാഭാവമുണ്ട്. പല പ്രതിപക്ഷ കക്ഷികൾക്കും നേരെ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി തന്നെ
ഡൽഹി ഗവൺമെൻറ്റിനെതിരെയും കേന്ദ്ര ഗവൺമെൻറ് നീക്കങ്ങൾ നടത്തി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെട്ടു. ആ ഘട്ടത്തിൽ അവിടുത്തെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. മന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി അടക്കം ആവശ്യപ്പെടുന്നവരുണ്ടായി. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ ആ കേസ് എന്തായി? BJP മുഖത്ത് മാത്രമല്ലല്ലോ അടിയേറ്റത്, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മുഖത്തേറ്റ അടിയല്ലേ കോടതിയുടെ വിധി. കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയില്ലേ? ഉയർത്തിയ ആക്ഷേപങ്ങളൊക്കെ പൊള്ളയാണെന്ന് വ്യക്തമായില്ലേ? അപ്പോൾ കോൺഗ്രസ് BJPയുടെ B ടീമായി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതല്ലേ രാഹുൽ ഗാന്ധി. ഇനി തെരഞ്ഞെടുപ്പ് രംഗം വന്നപ്പോൾ അവിടെ AAP ആണല്ലോ എല്ലാ കാലത്തും നല്ല ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. BJP തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അതിനുതകുന്ന സമീപനാണോ കോൺഗ്രസ് എടുത്തത്? കോൺഗ്രസ് കടുത്ത നിലപാടല്ലേ സ്വീകരിച്ചത്? BJPക്ക് സഹായമല്ലേ ചെയ്ത കാര്യങ്ങൾ? അതിൻ്റെ ഭാഗമായി BJPയുടെ ഗവൺമെൻറ് വന്നല്ലോ. അവിടെയും B ടീമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സല്ലേ നിന്നത്. ഇത് തന്നെ ബീഹാറിൽ ആവർത്തിച്ചില്ലേ? നിങ്ങൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കോ. ആ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെയല്ല, വടക്കേ ഇന്ത്യയിലെ കാര്യം ഞാൻ പറയുന്നു, BJPക്കെതിരെ നല്ല കൂട്ടുകെട്ട് ഉയർന്നു വരുന്നു, നല്ല അന്തരീക്ഷം പൊതുവിൽ ഉയർന്നു വരുന്നു. അത് തകർക്കാനുള്ള നീക്കമല്ലേ കോൺഗ്രസ് ആദ്യം നടത്തുക. രാഹുൽ ഗാന്ധി അതിന് നേതാവായിട്ടല്ലേ നിന്നത്. അപ്പോൾ അന്തരീക്ഷമാകെ കലക്കുകയല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അന്തരീക്ഷം കലക്കുകയല്ലേ. ഈ അന്തരീക്ഷം കലക്കി BJPക്ക് അനുകൂലമാക്കി മാറ്റുകയല്ലേ. അതല്ലേ ബീഹാറിൽ സംഭവിച്ചത്, അതല്ലേ ഹരിയാനയിൽ സംഭവിച്ചത്. ഹരിയാനയിൽ ആരെങ്കിലും BJP തിരിച്ചു വരുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ? ഇവരല്ലേ BJPക്ക് തിരിച്ചു വരാൻ പറ്റുന്ന അനുകൂലാവസ്ഥ ഉണ്ടായിക്കൊടുത്തത്. ആരെയും അടുപ്പിക്കില്ല എന്നുള്ള സമീപനമായിരുന്നില്ലേ? BJPയുടെ B ടീമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ. അപ്പോൾ സ്വന്തം അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്ന വാക്കുകൾ അത്രയേ വില കൊടുക്കേണ്ടതായിട്ടുള്ളൂ. കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെയുള്ള പ്രതികരണം മാത്രമാണത്. CM, how are you seeing the growth of BJP in the state? They have got Thiruvananthapuram Corporation, which the left was ruling. Are they eating into your votes? How are you seeing the growth of BJP? BJPക്ക് കുറച്ച് വർധനവുണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കേരളം അവരെ അങ്ങനെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അവർ നല്ല പ്രതീക്ഷയിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പക്ഷേ കേരളം അവരെ സ്വീകരിക്കുന്ന ഒരു നാടല്ല. കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിക്കുകയുമില്ല. അതിൻ്റെ പ്രതികാര ബുദ്ധിയാണ് അവർ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CM, the issues in West Asia, is that also a huge concern in the state of Kerala? Because we have a lot of expatriates there. Also, do you think this will also have an impact in the elections here? ഇവിടുത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ നമുക്ക് സ്വീകരിച്ചു പോകാനാവണം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രാജ്യങ്ങളിൽ പ്രവർത്തിയെടുക്കുന്നത്. അവരിൽ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്, വലിയ അസ്വസ്ഥത എല്ലാവരിലുമുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഈദിൻ്റെ ഭാഗമായിട്ട് തന്നെ പലർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആവശ്യത്തിന് വിമാനമില്ല, യാത്രാ സൗകര്യമില്ല. യാത്രാ സൗകര്യം ഒരുക്കുന്നതിലും
ജനങ്ങളുടെ ആനുപാതികമായ തോതിലുള്ള വിമാന സൗകര്യം ഇവിടത്തേക്ക് ഏർപ്പെടുത്തുന്നില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്, നല്ല രീതിയിൽ ഇടപെടേണ്ടതുണ്ട്. Is Kerala really concerned about this situation? Yes. കേരളം വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ പ്രതികരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് പലവട്ടം എഴുതിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. CM, what is your personal equation with the Prime Minister of India? ഇക്വേഷന്റെ പ്രശ്നമല്ല, കേരളത്തിന് വേണ്ടി എന്ത് കിട്ടി എന്നുള്ളതാണ്. ഒരു കാര്യവും കിട്ടിയില്ല എന്നുള്ളതാണ് അനുഭവം. കേരളത്തിനോട് ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവം കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അനുഭവം. Either during the floods or during Wayanad. ഫ്ലഡിന്റെ കാര്യമായാലും അവസാനത്തെ വയനാടിന്റെ ദുരന്തം വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ ഒരു കാര്യത്തിനും സഹായം ഉണ്ടായില്ല. നമുക്ക് അനുവദിക്കേണ്ട നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തി. സാധാരണഗതിയിൽ 2.5% ജനസംഖ്യ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് 1.9% നികുതി വിഹിതമുള്ളൂ. യഥാർത്ഥത്തിൽ അതിൽ കുറവാണ്. ജനസംഖ്യാനുപാതികമായെങ്കിലും നികുതി വിഹിതം നൽകേണ്ടതാണ്. നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട വായ്പാ സൗകര്യം, ആ വായ്പാ സൗകര്യം നിഷേധിക്കുന്ന നിലയാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായി ഞെരുക്കുക, ശ്വാസം മുട്ടിക്കുക, ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിനെതിരെ ഉണ്ടാക്കുക, ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കേരളത്തിന് ന്യായമായും അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, എയിംസ് പോലുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവം. Now it's election time. Coming to one of your comrades or your relation with Mr. Kodiyeri Balakrishnan, that was a very close one. How do you feel this elections without your comrade, Mr. Balakrishnan? കോടിയേരി ബാലകൃഷ്ണൻ്റെ വലിയ നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക്, അതിൽ സംശയമൊന്നുമില്ല. വലിയ നഷ്ടമാണ്. അത് ഞങ്ങൾ കൂട്ടായി പ്രവർത്തിച്ച് നിർത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ പ്രത്യേകമായത് ബാധിക്കുമെന്നൊന്നും കാണാൻ കഴിയില്ല. എന്നാലും നഷ്ടം തന്നെയാണ്. You're missing your comrade very much. Yes. CM, when it comes to senior leaders of the CPIM, we have seen Mr. Sudhakaran coming out and saying that he's going to stand as an independent. In Kannur also there were issues, and many of them have been raising corruption, nepotism, and saying that the present CPIM is going the way which the CPIM shouldn't. How do you react to this? അതൊരു പ്രത്യേക കേസായിട്ട് വന്നതാണ്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വരുന്നൊരു കാര്യമെന്നേ കാണാൻ കഴിയും. പൂർണ്ണമായും വർഗവഞ്ചനയാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും ആ തരത്തിൽ വഞ്ചന കാണിക്കേണ്ടവരല്ല അവർ. പക്ഷെ അവർ വഞ്ചകരായി മാറി എന്നതാണ് അനുഭവം. എന്നാൽ അതുകൊണ്ടൊന്നും CPIM-നെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് ഒന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ കാലത്തും ആദരിക്കുന്ന ഒരു ഭൂമിയാണ്. കാരണം അതാണ് പുന്നപ്ര വയലാറിൻ്റെ ഭൂമി. ആ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ധീരമായ സ്മരണ ഏറ്റുവാങ്ങുന്നവരാണ് ആലപ്പുഴയിലെ സഖാക്കൾ. അതിനെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വ്യതിയാനങ്ങൾക്കുമെതിരെ ഉറച്ച നിലപാടാണ് എല്ലാ കാലത്തും ആലപ്പുഴ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ഉലച്ചു കളയുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. Were you able to speak to them? Did you try to talk to any of these people when they took the stand? പക്ഷേ അതിന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സുധാകരനുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കണ്ണൂരിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. കണ്ണൂരിലും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബഹുജന സ്വാധീനത്തിൽ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ ഇതിൻ്റെ ഭാഗമായി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. Thank you so much, Chief Minister, for joining us today.